അപ്പോൾ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പൗലൂസ് പറയുന്ന നൊടി നേരത്തേക്കുള്ള കഷ്ടമാണ്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഹല്ലേലൂയ ലഭിപ്പാനിടയാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:17 നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, നമ്മുടെ ആയുസ്സൊക്കെ ഇത്രയേ ഉള്ളൂ, വെറും ആവി പോലെ തീർന്നു പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? കഷ്ടം അത്രയേ ഉള്ളെന്നങ്ങ് വിചാരിച്ചേക്കണം. ഈ കഷ്ടങ്ങളൊക്കെ എന്തിനാണ്? അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു പ്രത്യാശ കൊണ്ട് നമ്മൾ നിറയട്ടെ. ഹല്ലേലൂയ. ഈ കഷ്ടം തീർന്നു പോകും. ഈ കഷ്ടവും ഞാൻ എന്തു ചെയ്യും? മറികടക്കും. കാരണം കഷ്ടത്തിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണയായി എൻ്റെ ദൈവമുണ്ട്. ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിൻ്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്. അധികാലത്ത് തന്നെ ദൈവം സഹായിക്കും. കുലുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ.